നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും പ്രതീക്ഷകളാക്കി കണി കണ്ടുണർന്ന മലയാളികൾ. സമൃദ്ധിയുടെ നല്ല കാലത്തെ വരവേറ്റുകൊണ്ട് ഇന്ന് വിഷു. വിഷുക്കണി കണ്ടും കൈനീട്ടം നൽകിയും പടക്കം പൊട്ടിച്ചുമെല്ലാമായിരുന്നു മലയാളികളുടെ വിഷു ആഘോഷം. ഐശ്വര്യത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും നല്ല നാളുകളെ വരവേറ്റുകൊണ്ട് മലയാളികൾ വിഷു ആഘോഷിച്ചു. കേരളത്തിലെ കാർഷികോത്സവം കൂടിയാണ് വിഷു. വരാനിരിക്കുന്ന ഒരു വർഷത്തെ ഫലത്തെക്കുറിച്ചുള്ള മലയാളി മനസ്സിന്റെ പ്രതീക്ഷ കൂടിയാണ് വിഷു ആഘോഷത്തിലൂടെ തുടക്കം കുറിക്കുന്നത്. രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു. ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷം കൂടിയാണ് വിഷു. സൂര്യൻ മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് കടക്കുന്ന സുദിനത്തിലാണ് വിഷു വന്നെത്തുന്നത്. തലേന്ന് രാത്രി വീടുകളിൽ ഒരുക്കി വയ്ക്കുന്ന വിഷുക്കണി കണ്ടുകൊണ്ടാണ് മലയാളികൾ വിഷുപ്പുലരി നല്ല നാളുകളെ വരവേറ്റുകൊണ്ട് പുതുവർഷത്തെ വരവേൽക്കുന്നത്. കൈനീട്ടം വാങ്ങിയും പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചുമെല്ലാം വിഷുപ്പുലർച്ചെ ആഘോഷമാക്കിയിരിക്കുകയാണ് നാടും നഗരവുമെല്ലാം. വള്ളുവനാടിന്റെ പലയിടങ്ങളിലും ഇന്നും പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങളോടെ തന്നെയാണ് വിഷു കൊണ്ടാടുന്നത്. കൈനീട്ടം വാങ്ങുക, പുതുവസ്ത്രങ്ങൾ ധരിക്കുക, കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് വിഷുസദ്യ കഴിക്കുക തുടങ്ങിയവയെല്ലാം വിഷുവിന്റെ പ്രധാന ചടങ്ങുകൾ തന്നെയാണ്. കണിക്കൊന്നയും ധാന്യശേഖരങ്ങളും കൊണ്ട് സമൃദ്ധമായ കണി കണ്ടാണ് വിഷുപ്പുലിയിൽ മലയാളികൾ കൺതുറക്കുന്നത്. വിളവെടുപ്പ് ഉത്സവം എന്ന പേരിലുള്ളതുകൊണ്ട് കാർഷിക വിളകൾക്കാണ് കണിയിലും പ്രാധാന്യം നൽകുന്നത്. കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിൽ ഓട്ടുരുളിയാണ് കണി ഒരുക്കുക. കൊന്നപ്പൂവ്, വെള്ളരി, മാങ്ങ, ചക്ക, നാളികേരം, അഷ്ടമംഗല്യം, അരി, കോടിമുണ്ട്, സ്വർണം, പണം എന്നിവയെല്ലാം വിളക്കിനു മുന്നിൽ ഒരുക്കി വയ്ക്കും. വിഷുവിനെ സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും മലയാളികൾക്കിടയിലുണ്ട്. സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും എല്ലാം സന്ദേശം വിളിച്ചോതിക്കൊണ്ടായിരുന്നു വിഷു ആഘോഷം. ആറങ്ങോട്ടുകര തച്ചുകുന്ന പ്രദേശത്ത് തനിച്ച് താമസിച്ചിരുന്ന സ്ത്രീയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അയൽവാസി പോലീസ് പിടിയിൽ. വെട്ടുകാട്ടിൽപ്പടി വീട്ടിൽ 30 വയസ്സുള്ള ശരത്താണ് അറസ്റ്റിലായത്. മരണപ്പെട്ട സഫിയയുടെ നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണം ശരത്തിന്റെ വീട്ടിലെ ശുചിമുറിയിൽ നിന്നും കണ്ടെടുത്തു. 3 വളകളും ഒരു മാലയും അടക്കമുള്ള ആഭരണങ്ങളാണ് ശരത്തിന്റെ വീട്ടിലെ ശുചിമുറിയിൽ നിന്നും കണ്ടെടുത്തത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയാണ് വീടിനുള്ളിൽ സഫിയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിക്കുകയും തുടർന്ന് രാവിലെ കുന്നംകുളം ഡിവൈഎസ്പി മുരളിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മരണപ്പെട്ട സഫിയയുടെ ശരീരത്തിൽ സ്ഥിരമായി കാണാറുള്ള സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായും ശരീരത്തിൽ കണ്ട ചെറിയ മുറിപ്പാടുകളും മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ഉയർത്തിയിരുന്നു. 200 മീറ്റർ ചുറ്റളവിൽ വിജനമായ സ്ഥലത്തിന്റെ നടുവിലാണ് സഫിയ താമസിച്ചിരുന്ന വീട്. ഒറ്റയ്ക്ക് താമസിക്കുന്ന സഫിയ രാത്രി അന്തിയുറങ്ങാൻ അടുത്തുള്ള ബന്ധുക്കളുടെ വീട്ടിലാണ് പോയിരുന്നത്. എന്നാൽ 2 ദിവസമായി ഇവരെ പുറത്തു കാണാത്തതിൽ നാട്ടുകാർ ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രാത്രി 7 മണിയോടുകൂടി മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. കേരളത്തിലും ജാതീയത ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം പറഞ്ഞു. നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തൃത്താലയിൽ നടത്തിയ അംബേദ്കർ ജയന്തി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീതി സങ്കല്പങ്ങളുടെയും മനുഷ്യാന്തസ്സിന്റെയും പ്രതീകമാണ് ഡോക്ടർ BR അംബേദ്കർ. നിരന്തരമായ ആത്മനവീകരണത്തോടെ ജനാധിപത്യ മനസ്സിനെ രൂപപ്പെടുത്തുക എന്നതു മാത്രമാണ് മുന്നോട്ടു പോകാൻ വ്യക്തിക്കും സമൂഹത്തിനും മുന്നിലുള്ള വഴിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷീദ് കോഴിക്കര അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി PV മുഹമ്മദ് അലി, ജില്ലാ പഞ്ചായത്ത് അംഗം TK സുനിൽകുമാർ, പട്ടികജാതി പട്ടികവർഗ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് E രാജൻ, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PV സുകുമാരൻ, M മണികണ്ഠൻ, V മുഹമ്മദ് കുഞ്ഞി, കുഞ്ഞിമോൻ മാവറ, PT ഷംസുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള നേതാക്കന്മാർ ആവർത്തിച്ച് ബാബാ സാഹിബിന്റെ ഓർമ്മകളെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന കാഴ്ച
നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു തരം കിട്ടിയാൽ അംബേദ്കറിനാൽ രചിക്കപ്പെട്ട ഇന്ത്യയുടെ ഭരണഘടന സമ്പൂർണ്ണമായി പൊളിച്ചെഴുതണം എന്നുള്ളതാണ് തങ്ങളുടെ നിലപാട് എന്ന് തുറന്ന് സമ്മതിക്കാനും തുറന്ന് പ്രഖ്യാപിക്കാനും അവർക്ക് മടിയില്ലാതായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഓരോ അംബേദ്കർ ജയന്തിയും ഇന്ത്യയുടെ ഭരണഘടനാധിഷ്ഠിതമായ ജനാധിപത്യത്തെയും അത് ഉറപ്പുവരുത്തുന്ന നീതി. ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവിലെ അടുത്ത വർഷത്തെ വേലയാഘോഷങ്ങളുടെ ഭാഗമായി കിഴായൂർ ദേശ കമ്മിറ്റിയുടെ ബ്രോഷർ പുറത്തിറക്കി. വിഷുദിനത്തിലായിരുന്നു പ്രകാശന ചടങ്ങ് നടത്തിയത്. 2027 ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവ് വേലാഘോഷത്തോടനുബന്ധിച്ച് കിഴായൂർ ദേശ കമ്മിറ്റി പുറത്തിറക്കുന്ന ബ്രോഷറിന്റെ പ്രകാശനമാണ് വിഷുദിനത്തിൽ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടത്തിയത്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എം സുഭാഷിന്റെ അധ്യക്ഷതയിൽ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ദിനേശൻ ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് എം പി വിജയകുമാറിന് നൽകിക്കൊണ്ടായിരുന്നു ബ്രോഷറിന്റെ പ്രകാശനം നിർവഹിച്ചത്. ചടങ്ങിൽ കിഴായൂർ ദേശ കമ്മിറ്റിയുടെ ധനശേഖരണാർത്ഥം പുറത്തിറക്കുന്ന സമ്മാന പദ്ധതിയുടെ കൂപ്പണും പ്രകാശനം ചെയ്തു. ക്ഷേത്രം മേൽശാന്തി പത്മനാഭ ഭട്ട് കൂപ്പന്റെ പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്രം പുനരുദ്ധാരണ കമ്മിറ്റി സെക്രട്ടറി ആർ സന്തോഷ്, ദേശ കമ്മിറ്റി സെക്രട്ടറി ഇ ശരവണൻ, ട്രഷറർ കെ അഭിലാഷ്, ക്ഷേത്ര എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ദേശ കമ്മിറ്റി ഭാരവാഹികൾ, വിവിധ ഉപാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 2027 വർഷത്തെ വേലാഘോഷത്തിന്റെ കിഴായൂർ ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനമാണ് ഇന്നിവിടെ നിർവഹിച്ചത്. നമുക്കറിയാം, ഒരു വർഷക്കാലയളവ് മാത്രം മാറി നിൽക്കേണ്ടി വന്നു. വീണ്ടും ഭഗവതി എന്നെ ഈ കർത്തവ്യം ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് ഭഗവതിയോട് പ്രത്യേകം അകവഴിഞ്ഞ എന്തെയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ ഈ ദേശത്തെ മുഴുവൻ ആളുകളും ക്ഷേത്രത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് കൂടി ഈ ഒരു സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. നമുക്കറിയാം, പല ദേശത്തും വളരെ വിപുലമായി വെടിക്കെട്ട് ഉൾപ്പെടെ നടത്തി ഉത്സവാഘോഷങ്ങൾ ഈ വർഷം കഴിഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കാവിലെ വേല വളരെ പ്രധാനപ്പെട്ട വേലയാണ്. അപ്പോൾ ഈ വേലാഘോഷം നമുക്ക് നമ്മുടെ അന്യ സംസ്ഥാനത്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയപ്പെടുന്ന രീതിയിൽ എത്തിക്കുന്നതിന് വേണ്ടി പുതിയ പുതിയ പരിപാടികളും അതോടൊപ്പം തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ വെടിക്കെട്ട് നടത്തുന്നതിന് വേണ്ടി ഒരു ജനകീയ കമ്മിറ്റി ഉൾപ്പെടെ രൂപീകരിച്ച് അതിനുവേണ്ടി എല്ലാവരും മുന്നോട്ടിറങ്ങണം. കാരണം അടുത്ത 27 വേലയ്ക്ക് നമുക്ക് നിർത്തിപ്പോയ വെടിക്കെട്ട് അതിന്റെ 10 മടങ്ങ് ശക്തിയോടുകൂടി ഈ ഒരു അവസരത്തിൽ എല്ലാവരും അതിന് മുന്നോട്ടിറങ്ങണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചു. പട്ടാമ്പി കൊണ്ടൂർക്കര നൂറുൽ ഹിദായ ഇസ്ലാമിക് സെന്ററിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. 3 ദിവസങ്ങളിലായാണ് പരിപാടികൾ നടത്തുന്നത്. പട്ടാമ്പി കൊണ്ടൂർക്കര നൂറുൽ ഹിദായ ഇസ്ലാമിക് സെന്ററിന്റെ സിൽവർ ജൂബിലി മഹാസമ്മേളനത്തിനാണ് തുടക്കമായിരിക്കുന്നത്. 3 ദിവസങ്ങളായാണ് സിൽവർ ജൂബിലി മഹാസമ്മേളനം നടത്തുന്നത്. ബുധനാഴ്ച രാവിലെ ഉമ്മർ ഹാജി കാരക്കാട് പതാക ഉയർത്തിയതോടെ മഹാസമ്മേളനത്തിന് തുടക്കമായി. ഗവർ സിയാറത്തിന് ഹൈദരലി സാദി നേതൃത്വം നൽകി. തുടർന്ന് എഫക്റ്റീവ് പാരന്റിംഗ് എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. യൂസഫ് ഹാജി പാറപ്പുറം അധ്യക്ഷനായിരുന്നു. ഉബൈദ് അൻവരി കാരക്കാട് ആമുഖ പ്രഭാഷണം നടത്തി. സാലിം ഫൈസി കൊളത്തൂർ വിഷയാവതരണം നടത്തി. ഹൈദരലി ഫൈസി, കെ എം മുജീബുദ്ദീൻ കാരക്കാട്, മുസ്തഫ വളാഞ്ചേരി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാർഗത്തിലാകുന്നു. ഞാൻ ഫീ മില്ലത്തി മാർഗത്തിലാണ്. അബി എൻ്റെ വാപ്പയായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാർഗത്തിലാണ് എന്നാണ്. ശരിക്കും നമ്മളെ ആ ഹദീസിനെ, അനഫീ മില്ലത്തി അബി ഇബ്രാഹിം എന്ന ഹദീസിനെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ അതിന്റെ അർത്ഥം എങ്ങനെ ഇരിക്കാനെന്നാണ്. എന്റെ വാപ്പാരാന്ന് പറയാൻ എനിക്ക് ഇബ്രാഹിം നബിയാണ്, ആലോചിച്ച് കളിച്ചുകൊണ്ടിട്ടോ എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം. നമ്മളെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നാലെന്നാണ്. മനുഷ്യന്റെ എല്ലാ പോരിശകളും അവന്റെ വാപ്പയിലേക്ക് ചെന്നെത്തുമെന്നാണ്. സാധാരണ നമ്മളെപ്പോ അത് അറിയുമ്പോഴും ഉമ്മാനെ പറ്റി പറയലുണ്ട്, വാപ്പാനെ പറ്റി പറയൽ വളരെ കുറവാണ്. ഇമ്മാന്റെ എല്ലാ പോരിശയും വാപ്പാക്കുണ്ട്. സത്യത്തില് നമ്മക്കൊരു പൊടി കൂടുതലുണ്ട് എന്നുള്ളത് ശരിയാണെന്ന് മാത്രം എന്ന് കരുതിയിട്ട് ഉമ്മാക്ക് എല്ലാ പരിഗണനയും കൊടുക്കുക, വാപ്പാക്കൊരു പരിഗണന ഇല്ലാതിരിക്കുക എന്നല്ല. പുതിയ തലമുറയിൽ ധാരാളം പ്രശ്നങ്ങളുള്ളതിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്
മക്കളിങ്ങനെ ലേശം വലുതായി, ഒരാൾ അക്കരമ പോയി, ഒരാൾ ഇക്കരമായി, ഒരാൾ നടുവിൽ എന്തെങ്കിലും ചായക്കച്ചവടമൊക്കെ തുടങ്ങി, അങ്ങനെ മൂന്നാളും കൂടി ഉഷാറായാൽ ഇമ്മിയും മക്കളും കൂടി ഒന്നായിട്ട് വാപ്പാൻ ഒറ്റ ചവിട്ടം കൊടുക്കും. വാപ്പാക്ക് പിന്നെ ആ പെരയിൽ ഒരു സ്ഥാനവും ഇല്ല, വാപ്പ പറഞ്ഞത് കേൾക്കൂല, വാപ്പാനോട് അഭിപ്രായം ചോദിക്കൂല, എല്ലാ അമ്മയും കുട്ടികളും കൂടിയും തീരുമാനിക്കുന്ന തരത്തിലേക്ക് മാറുന്നു എന്നത് എല്ലായിടത്തും അല്ല, അപൂർവമായെങ്കിലും പുതിയ തലമുറയിൽ കാണുന്ന ഒരു പ്രശ്നമാണ്. വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് ആദർശം വിശ്വാസവും പ്രയോഗവും എന്ന വിഷയത്തിൽ ക്ലാസ് നടക്കും. ഷിയാബ് അൻവരി കക്കാട്രി ഉദ്ഘാടനം ചെയ്യും. ജസീൽ കാമലി വിഷയാവതരണം നടത്തും. ഇസാഖ് ബാഖവി ചെമ്മാട്, ബിന്യാമിൻ ഹുദ്വി മണ്ണാർക്കാട് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിക്കും. ഉച്ചയ്ക്ക് ബിസിനസ് മീറ്റ് സംഘടിപ്പിക്കും. അലി ഹുസൈൻ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ജാഫർ ഹുദ്വി, ഡോക്ടർ മൊയ്യീൻ ഹുദ്വി എന്നിവർ വിഷയാവതരണം നടത്തും. വൈകുന്നേരം 7 മണിക്ക് മജ്ലിസുനൂർ ആത്മീയ സദസ്സ് നടക്കും. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സദസ്സ് ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 17-നാണ് സമാപന സമ്മേളനം നടക്കുക. ഞാങ്ങാട്ടിരി സ്വദേശി കിണറ്റിൽ വീണു മരിച്ചു. ഞാങ്ങാട്ടിരി കിഴക്കേമാട്ടായ തെക്കില്ലത്ത് വളപ്പിൽ കറപ്പൻ മകൻ 48 വയസ്സുള്ള സതീഷാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. ചിത്ര ഭാര്യയാണ്, അനിഹ, അച്ചു എന്നിവർ മക്കളാണ്. ചരമം പെരിങ്ങോട് ഉണ്ണിയാടി വീട്ടിൽ പരേതനായ ബാലകൃഷ്ണൻ നായരുടെ ഭാര്യ അമ്മിണിയമ്മ നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടത്തും. ഇന്ദിര പരേതനായ ഉണ്ണികൃഷ്ണൻ, മോഹനൻ പരേതനായ അരവിന്ദാക്ഷൻ, വാസുദേവൻ, അംബിക, രമ എന്നിവർ മക്കളാണ്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.